പ്രിയ വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് റിസൾട്ട് അറിഞ്ഞു. ഇനിയും ഏകജാലകത്തിലൂടെ ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ നേടുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ആവശ്യമാണ്. ഇതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. കുറച്ച് പേര് ഹയർ സെക്കൻഡറിക്ക് പോവും, കുറച്ച് പേര് VHSCക്ക് പോവും. ഏത് കോഴ്സിന് പോയിരുന്നാലും നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ഏകജാലകത്തിലൂടെ ആപ്ലിക്കേഷൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 10 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ആദ്യം നിങ്ങൾ ഏകജാലകത്തിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രോസ്പെക്ടസ്, എങ്ങനെയൊക്കെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതൊരു പ്രോസ്പെക്ടസ് ഉണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ അവിടെ സൂക്ഷിക്കുക, മൊബൈലിലാണെങ്കിൽ അവിടെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കഫേയിൽ പോയാണ് ചെയ്യുന്നതെങ്കിൽ അവരോട് കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് കാണിക്കാൻ പറയുക. എന്നിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, SSLC, TSLC, CBSE, ICSE ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് പോകാവൂ. SSLC പൂർണ്ണമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എടുക്കാം. എല്ലാത്തിൻ്റെ THC ആണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും നിങ്ങളുടെ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ നേറ്റിവിറ്റിയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴേ ഒന്ന് തയ്യാറാക്കി വെച്ചേക്കുക, ഇപ്പോഴേ അതെടുക്കുക. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നേക്കാം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ബോണസ് പോയിൻ്റ് ലഭിക്കുന്ന ക്ലബ്ബ് പാർട്ടിസിപ്പേഷൻ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സോഷ്യൽ സർവീസ് ക്ലബ്ബ്, IT ക്ലബ്ബ്, ഫാർമേഴ്സ് ക്ലബ്ബ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. പക്ഷേ പലപ്പോഴും കുട്ടികൾ ഫോമിനകത്ത് ക്ലിക്ക് ചെയ്യും, യഥാർത്ഥമായിട്ട് ഡോക്യുമെൻറ്റ്സ് കാണില്ല. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടുകയുമില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോഴേ നിങ്ങൾ സാവകാശം കിട്ടുന്ന സമയങ്ങളിൽ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പൊക്കെ തന്നെ നിങ്ങൾ ഈ ക്ലബ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമാക്കി വെക്കുക. ഇതൊക്കെ ബോണസ് പോയിൻ്റ് ഉള്ളതാണ്. പിന്നെ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. അത് ചില കുട്ടികളൊക്കെ സ്വിമ്മിങ് ഓപ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബോണസ് മാർക്ക് കിട്ടാൻ വേണ്ടി സ്വിമ്മിങ് പോയിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടെന്ന് എഴുതും. പക്ഷേ അവർ കൃത്യമായ രീതിയിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. പഞ്ചായത്ത് തരുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ തരുന്ന സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി അവർ നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കണം. ഇതൊക്കെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ചെന്നപ്പോൾ കിട്ടുകയില്ല. അപ്പോൾ മുൻകൂട്ടി ഇതൊക്കെ ആലോചിച്ചുറപ്പിച്ച് വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാർ, റെഡ് ക്രോസ് എക്സെട്ര ഇവയുടെ എല്ലാം സർട്ടിഫിക്കറ്റ് നിങ്ങൾ അല്ലെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് വേണ്ടത്. ഇതിൻ്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റുകൾ നിങ്ങളുടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാർ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത്, റെഡ് ക്രോസ്, ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ വയ്ക്കേണ്ടതാണ്. ഇനി നിങ്ങൾ സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ, സയൻസ് ഫെയർ, IT, വർക്ക് എക്സ്പീരിയൻസ് ഇവയൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നേടിയ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അത് സ്കൂൾ തലമുണ്ട്, ജില്ലാ തലമുണ്ട്, സംസ്ഥാന തലമുണ്ട്. അത് ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിനാണ് വിലയുള്ളത്. അപ്പോൾ സ്പോർട്സിനായാലും യൂത്ത് ഫെസ്റ്റിവലിനായാലും സയൻസ് ഫെയറിനായാലും IT ആണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും 10ാം ക്ലാസ്സിൽ ലഭിച്ച ഇതൊക്കെ നിങ്ങൾ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. ഇതൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് കൊടുക്കേണ്ടത്. ഇനി ലിറ്റററി കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പബ്ലിഷ്ഡ് കോപ്പി നിങ്ങൾ ചിലപ്പോൾ ആപ്ലിക്കേഷനകത്ത് ടിക്ക് ചെയ്യും ലിറ്റററി കോൺട്രിബ്യൂഷൻ, പക്ഷേ അതിൻ്റെ പ്രൂഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൂഫ് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം, ലിറ്റററി. പിന്നെ നമ്മുടെ NTSC സർട്ടിഫിക്കറ്റ്, ഇഫ് എലിജിബിൾ ആണെങ്കിൽ നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ, NTSC ക്ലിക്ക് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് നഷ്ടപ്പെടും. ഇനി ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോമിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ ടിക്ക് ചെയ്തു, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി ഇതിൻ്റെ ലേബലിൽ, പിന്നീട് നിങ്ങൾക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയല്ല അഡ്മിഷൻ സമയത്ത്, ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ഫോട്ടോസ്റ്റാറ്റ് വയ്ക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ്.
ജവാൻ്റെ ഡിപ്പെൻഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവരുടെ മക്കൾക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് ഉള്ളൊരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിർബന്ധമായിട്ടും വെക്കേണ്ടതാണ്. എനി സർട്ടിഫിക്കറ്റ് പ്രൂവിങ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ പഞ്ചായത്തിലാണ്, കാരണം പഞ്ചായത്തിലിരിക്കുന്നവർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അതായത് പഞ്ചായത്തിലുള്ള സ്കൂളിൽ അപ്ലൈ ചെയ്ത് അതായത് പഞ്ചായത്തിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റുള്ള അർഹതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്താണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് മിക്കവാറും SSLCക്കകത്തിൽ നിങ്ങളുടെ ഏത് പഞ്ചായത്താണെന്ന് കാണും. അങ്ങനെ അല്ലാത്തൊരു CBSE സർട്ടിഫിക്കറ്റ്, അതുകൊണ്ടാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്, CBSE ICC ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കരുതിയിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ എനി സർട്ടിഫിക്കറ്റ് പ്രൂവിങ് നേറ്റീവ് പഞ്ചായത്ത് ദെൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്ട്രാ കെയർ നിങ്ങൾ എടുക്കണം ഇതിനകത്തിൽ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾ ഫോം സ്കൂളിലേക്ക് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാൻ പാടില്ല. ഈ ഫോം കൊടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കഫയിൽ പോയി നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അതിൻ്റെ കോപ്പി എടുക്കുക, അതിൻ്റെ പ്രിൻ്റ് എടുക്കുക, ആ പ്രിൻ്റ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും എയ്ഡഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ആ സമയത്ത് ഫോം നിങ്ങൾ സ്കൂളിൽ പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഒറിജിനൽ കൊടുക്കേണ്ട കാര്യമില്ല. ഫോൺ നമ്പർ മസ്റ്റ് ബി എൻ്റേഡ്. നിങ്ങളുടെ ഫോമിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. കാരണം തുടർന്നുള്ള എല്ലാ കോൺവെർസേഷനും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയില്ല ഈ ഫോൺ നമ്പറിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഫോൺ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ വരും. ഡൗട്ട് എന്തെങ്കിലും ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് കൃത്യമായ ലഭിക്കുന്ന മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. ടേക്ക് കെയർ വൈൽ എൻറ്ററിങ് SC ST OBC OEC. നിങ്ങൾ SCO STO OBCO OECO ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് SSLC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കാണും നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണെന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും ആ സമയത്ത് കൊടുക്കേണ്ട കാര്യമില്ല. മറിച്ച് CBSE ICC ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അതിനകത്തിൽ കാണില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റിനകത്തിൽ ഈ പറയുന്ന ഐറ്റം ഏതാ. അപ്പോൾ നിങ്ങൾ SSLC തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ നിങ്ങളുടെ ഓരോ ക്ലിക്കിനും വളരെ വിലപ്പെട്ടതാണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ക്ലിക്ക് മാറിപ്പോകരുത്. പിന്നെ ഈ കോട്ടായിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ പിന്നെ പറയുകയാണ് ഞാനിതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകജാലയത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടേക്ക് കെയർ വൈൽ എൻറ്ററിങ് ദിസ് വൺ. സിഗ്നേച്ചർ ഓഫ് ബോത്ത് പേരൻറ്റ് ആൻഡ് ഗാർഡിയൻ. നിങ്ങൾ പേരൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ സിഗ്നേച്ചർ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോമിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് കൊണ്ടുവരുന്ന ഫോമിൽ കാണേണ്ടതാണ്. 25 രൂപ ഫീസാണ്. ഈ ഫീസ് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ ഏത് സ്കൂളിലാണോ എയ്ഡഡ് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ ആണോ കൊടുക്കുന്നത് അവിടെ 25 രൂപ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. 25 രൂപ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഒരു ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ആ ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. 25 രൂപയുടെ ഒരു. ഇനി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ പ്രോസ്പെക്ടസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം. ആ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളിൻ്റെയും ഏതൊക്കെ സ്കൂൾ, ഏതൊക്കെ കോമ്പിനേഷൻ, ഏതൊക്കെ കോഡ് ഉണ്ടെന്നുള്ളത്, ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിലുണ്ട്. അത് വായിച്ച് നോക്കി നിങ്ങളുടെ സമീപമുള്ള സ്കൂളിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ www.hscap.kerala.gov.in. അപ്പോൾ നിങ്ങൾ കഫയിലോ മറ്റ് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അഡ്മിഷൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ www.hscap.kerala.gov.in തെറ്റരുത്. ഓൺലി 1 ആപ്ലിക്കേഷൻ ഇസ് റിക്വയർഡ് ഫോർ അഡ്മിഷൻ ഓൾ ദ സ്കൂൾസ് ഇൻ എ ഡിസ്ട്രിക്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ജില്ലയിലെ ഏതൊരു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊടുത്താൽ മതി. എല്ലാ സ്കൂളിലും ഓടി നടന്ന് കൊടുക്കേണ്ട കാര്യമില്ല. 2-3 ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒറ്റ ആപ്ലിക്കേഷൻ അതിനകത്തിൽ എല്ലാ സ്കൂളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ലഭിക്കുന്നതായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കുന്ന പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കഫയിൽ നിങ്ങൾ ഫോം എൻ്റർ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ കൊടുക്കുക. ഓപ്ഷൻ ഫോർ കോഴ്സ് ആൻഡ് സ്കൂൾ മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂള്, ഇഷ്ടപ്പെട്ട കോഴ്സ്, അത് 1-2 ആ ഓർഡറിൽ വേണം കൊടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്കൂളിൽ എല്ലാ കോഴ്സും കൂടെ കൊടുക്കരുത്. നിങ്ങളുടെ കോഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സ്കൂളിൽ ഇപ്പോൾ ബയോളജി ആണെങ്കിൽ 01, രണ്ടാമത്തെ ഒരു സ്കൂൾ എടുത്ത് ബയോളജി ആണെങ്കിൽ 01, മൂന്നാമത്തെ സ്കൂൾ എടുത്ത് 01. കാരണം അപ്പോൾ ബയോളജിയാണ് കുട്ടിയുടെ ആവശ്യം. കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം ബയോളജി ആണെങ്കിൽ ആദ്യം ബയോളജി മാത്രം ഓപ്റ്റ് ചെയ്യുക. സ്കൂൾ മാറ്റി കൊടുക്കുക.
പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ രണ്ടാമത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് സ്കൂൾ താഴോട്ട് കൊടുക്കുക. ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ എക്സ്ട്രാ കെയർ കൊടുത്തോണത്. ബോണസ് പോയിൻറ്റ് ഫോർ ക്ലബ് ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേഷൻ സ്പോർട്സ് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് ഈസ് എൻഡേഡ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ബോണസ് പോയിൻ്റ് ലഭിക്കുന്ന ഐറ്റംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അതീവ ശ്രദ്ധ വേണം. ആവശ്യമില്ലാതെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടു വന്നാൽ പിന്നീട് ആ കെയർ ഓഫിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുമില്ല. നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർ ഡിനൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഏകജാലത്തിൽ തന്നെ ഒരു പക്ഷേ ഔട്ടായി പോകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ വേണം ഫോം ഫില്ല് ചെയ്യാൻ. ആപ്ലിക്കേഷൻ ഫോം 25 രൂപ ആണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് തരുന്ന സ്ലിപ്പ് ഒരു നമ്പറുള്ള സ്ലിപ്പാണ്. ആ സ്ലിപ്പ് നിങ്ങൾ സൂക്ഷിച്ചേക്കണം. പിന്നെ ഏത് ആവശ്യത്തിനും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ലിപ്പിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ആ സ്ലിപ്പ് കൃത്യമായ രീതിയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുക്കുക, പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കഫയിൽ പോയി www.hscap.kerala.gov.in സൈറ്റിൽ കയറി നിങ്ങൾ ഡീറ്റെയിൽസ് വരുന്ന പോലെ ഫില്ല് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, അത് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുക്കുക, 25 രൂപ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു സ്ലിപ്പ് കിട്ടും. സ്ലിപ്പ് കൈവശം മേടിച്ച് വെക്കുക. പിന്നീട് സ്കൂളിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് കഫയിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഏകജാലക സംവിധാനത്തിലൂടെ നടക്കുന്ന, നിങ്ങളിപ്പോൾ ഈ ഏകജാല ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോമിന് കുറ്റമറ്റതായിരിക്കും. അത് അധ്യാപകർക്കും എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.